പുതുവത്സരാഘോഷങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ കർശന നടപടികളുമായി പോലീസ്. ഫോർട്ട് കൊച്ചിയിൽ 1000-ലേറെ പോലീസുകാരെ നിയോഗിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എ അക്ബർ പറഞ്ഞു. നാളെ വൈകിട്ട് 3 മണി മുതൽ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഗതാഗതം അനുവദിക്കില്ല. ലഹരി പരിശോധന വ്യാപകമാക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. മാനവ്യം വീതിയിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവും അറിയിച്ചു. ബീച്ചുകളിലും ഹോട്ടലുകളിലും 12 മണിക്ക് ശേഷം ആഘോഷം അനുവദിക്കില്ല. 13 ഡിവൈഎസ്പിമാർ, 25 ഇൻസ്പെക്ടർമാർ, 60 SIമാർ ഉൾപ്പെടെ 1000-ൽ പരം പോലീസുകാരെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ സിറ്റിയിലും മറ്റ് ഭാഗങ്ങളിലും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. ഏകദേശം 2000-ഓളം പോലീസുകാർ സിറ്റിയിൽ മാത്രം കൊച്ചി സിറ്റിയുടെ കീഴിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. 12 മണിക്ക് ഇനി നമുക്ക് ബീച്ച് ഭാഗത്തൊക്കെ എൻട്രി കൊടുക്കില്ല. അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ബാരിക്കേഡ് ചെയ്തിട്ട് ഓൺലി എക്സിറ്റ് മാത്രമേ നമ്മൾ അനുവദിക്കാറുണ്ട്. എൻട്രി ഇനി നമ്മൾ 12 മണി കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് അനുവദിക്കില്ല, ഏത് ബീച്ചാണെങ്കിലും. പിന്നെ ഹോട്ടൽസിലെ DJ പാർട്ടീസ് ആണെങ്കിൽ 12:30 വരെ എല്ലാ കാര്യങ്ങളും അവർ തീർക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 12 ആണെങ്കിൽ ഒരു 12:40 ആവും. പക്ഷേ ആ സമയം വരെ എല്ലാ കാര്യങ്ങളും അവർ പുറത്തേക്ക് അയക്കണം. വിഷ്ണു സുരേഷ് ചേർന്നു. വിഷ്ണു, സേഫായ ആഘോഷങ്ങൾ ഒരു പൊതു ഉത്തരവാദിത്തമാണ്. എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? സുഹൈലെ, കൊച്ചിൻ കാർണിവലുമായി ബന്ധപ്പെട്ട് പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം പോലീസ് എല്ലാ ഭാഗത്തും നടത്തുകയാണ്. കൊച്ചിൻ കാർണിവലിലേക്ക് വരികയാണെങ്കിൽ 1000-ലധികം വരുന്ന പോലീസ് സേനയായിരിക്കും കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി സുരക്ഷാ വിന്യാസത്തിന് ഇവിടെ എത്തിക്കുക. അത് പ്രധാനമായും തോപ്പുംപടി മുതൽ ഫോർട്ട് കൊച്ചി വരെ, അതായത് കടൽ തീരം വരെ ആയിരിക്കും ഇവരെ വിവിധ പോയിന്റുകളിലായി വിന്യസിക്കുക. ഫോർട്ട് കൊച്ചിയിലേക്ക് 3 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ഫോർട്ട് കൊച്ചിയിൽ രജിസ്ട്രേഷൻ വാഹനങ്ങളല്ലാതെ മറ്റൊന്നും കടത്തിവിടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രത്യേക പോയിന്റുകൾ, പോലീസിന്റെ പ്രത്യേക എയ്ഡ് പോസ്റ്റുകൾ ഉണ്ടാവും. എത്തുന്ന ആളുകൾക്കെല്ലാം അവിടെ സഹായം അഭ്യർത്ഥിച്ച് എത്താം. കഴിഞ്ഞ തവണ വലിയ പ്രതിസന്ധികൾ ഈ പരേഡ് ഗ്രൗണ്ടിൽ വലിയ തിരക്കുണ്ടായ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ ഫസ്റ്റ് എയ്ഡ് നൽകാൻ പോലും വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. അത്തരം സംഭവങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ക്ലിനിക്കുകൾ, അതായത് താൽക്കാലിക ക്ലിനിക്കുകൾ, അതോടൊപ്പം തന്നെ പോലീസിന്റെ എയ്ഡ് പോസ്റ്റുകളും സുസജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ ബാരിക്കേഡുകൾ വെച്ച് കെട്ടി തിരിച്ചായിരിക്കും ആളുകളെ അകത്തേക്ക് കടത്തിവിടുക. ഏറ്റവും പ്രധാനപ്പെട്ടത് 12 മണിയോടുകൂടി തന്നെ പാപ്പാഞ്ഞിയെ കത്തിക്കും. അതിനുശേഷം ഒറ്റയടിക്ക് ഈ ആളുകളെ പുറത്തേക്ക് ഇറക്കില്ല എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത് കൃത്യമായ നിർദ്ദേശം പാലിക്കാൻ ഇവിടെ എത്തുന്ന ആളുകൾ തയ്യാറാവണം. കാരണം കൂട്ടത്തോടെ 2 ലക്ഷത്തിലധികം ആളുകൾ ഈ പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അതൊരു വലിയ തിക്കിനും തിരക്കിനും ഇടയാക്കും. അത് വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് പ്രത്യേകം സജ്ജീകരിച്ച വഴികളിലൂടെ ആയിരിക്കും ഈ ആളുകളെ പുറത്തേക്ക് ഘട്ടം ഘട്ടമായി വളരെ പതുക്കെയായിരിക്കും പുറത്തേക്ക് ഇറക്കുക. അത് ഒരു നല്ല നിർദ്ദേശം തന്നെയായി നമ്മൾ ഈ ഘട്ടത്തിൽ കണക്കാക്കുന്നുണ്ട്. അത് കൃത്യമായി ആളുകൾ അതിനോട് സഹകരിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. മറ്റ് പരിശോധനകളെല്ലാം തന്നെ ശക്തമായി നടക്കുന്നുണ്ട്. 25 ഇൻസ്പെക്ടർമാരും അതോടൊപ്പം തന്നെ 10 ACPമാരും എല്ലാം അടങ്ങുന്ന ഒരു വലിയ സംഘത്തെയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക്, അതുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ചും എല്ലാം പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സുഹൈൽ, ശരി, വിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.